രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്നു. ദില്ലിയിൽ ഇന്ന് ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ ഇല്ല. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, ഉടൻ പ്രഖ്യാപനം എന്നിടത്തു നിന്നും ഇപ്പോൾ കാര്യങ്ങൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, AICC അധ്യക്ഷന്റെ കേരളത്തിലെ സ്ഥാനാർത്ഥിത്വം വലിയ കലാപത്തിനാണ് ഇപ്പോൾ കോൺഗ്രസിൽ തുടക്കമിട്ടിരിക്കുന്നത്. ഡൽഹിയുടെ ചുമതലയുള്ള സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ PC ചാക്കോ ഇപ്പോൾ കേരള നേതാക്കൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. BJP അല്ല, ഇടതുപക്ഷമാണ് മുഖ്യ ശത്രു എന്ന സന്ദേശം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നീക്കത്തിലൂടെ ഉണ്ടായി. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ. ഏതെങ്കിലും ഒരു തരത്തിൽ അനുകൂലമായ തീരുമാനം രാഹുൽ ഗാന്ധി എടുത്തതായി അറിയില്ല. രാഹുൽ ഗാന്ധി അനുകൂല തീരുമാനം എടുത്തു എന്ന് നേതാക്കൾ പറയുന്നത് പോലും ശരിയല്ല. ദേശീയ തലത്തിൽ BJPക്കെതിരെയാണ് മത്സരം നടക്കുന്നത്. ഗ്രൂപ്പ് പ്രവർത്തനം ആണ് ഇപ്പോഴുള്ളായിരിക്കുന്ന ഈ നീക്കത്തിന്, ഈ പ്രചരണത്തിന് കാരണം. അത്തരമൊരു ഗ്രൂപ്പ് പ്രവർത്തനം നിർഭാഗ്യമാണ് എന്നും PC ചാക്കോ പറഞ്ഞു. പങ്കുവയ്പ് രാഷ്ട്രീയം കോൺഗ്രസിൽ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാത്തത്. അത് നിരാശാജനകമാണ് എന്നും PC ചാക്കോ വ്യക്തമാക്കി. വസ്തുതാപരമായ കാര്യങ്ങളല്ല നേതാക്കൾ പ്രചരിപ്പിക്കുന്നത്. കേരളത്തിലെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായി എന്നും PC ചാക്കോ വിമർശിക്കുന്നു. ഇന്നലെ രാവിലെയോടുകൂടിയാണ് ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന പ്രചാരണത്തിന് തുടക്കമിട്ടത്. ഇതിന് AICC നേതൃത്വം അനുമതി നൽകിയെന്നും രാഹുൽ ഗാന്ധി സമ്മതം അറിയിച്ചുവെന്നും കേരള നേതാക്കൾ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ഇതിൽ ഹൈക്കമാൻഡ് വലിയ അതൃപ്തിയുണ്ട്. എന്ന് മാത്രമല്ല, AI ഗ്രൂപ്പുകൾക്കെതിരെ നിൽക്കുന്ന PC ചാക്കോ അടക്കമുള്ളവർ അതുകൊണ്ടാണ് ആഞ്ഞടിച്ച് ഒരു കലാപത്തിന് തുടക്കമിട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ പലതവണ കേരളത്തിൽ നിന്ന് MP ആയിട്ടുള്ള PC ചാക്കോ ഇത്തവണ പക്ഷെ സ്ഥാനാർത്ഥിത്വത്തിനായി ശ്രമിച്ചിട്ടില്ല. ഏറ്റവും അവസാന ഘട്ടത്തിലൊക്കെ അദ്ദേഹം അത്തരമൊരു നീക്കം പോലും നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അത് ഈ ഗ്രൂപ്പ് വീതം വെക്കലിന്റെ ഭാഗമായി തള്ളിപ്പോകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്. സ്വാഭാവികമായും ഇപ്പോൾ PC ചാക്കോയ്ക്ക് തിരിച്ച് ഇതിന് കേരള നേതാക്കൾക്ക് എതിരെ മറുപടി കൊടുക്കാൻ ഒരു അവസരം ലഭിച്ചിരിക്കുന്നു. അത് ഹൈക്കമാൻഡിന് കൂടി പിന്തുണയുണ്ട് എന്നതാണ് ഏറ്റവും ശരിയായ കാര്യം. കാരണം ഹൈക്കമാൻഡിന് പോലും ഇക്കാര്യത്തിൽ എതിർപ്പുണ്ട്. ഒരു ആശയക്കുഴപ്പം ഈ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിലും KPCC ഉണ്ടാക്കി എന്നാണ് ഹൈക്കമാൻഡ് കരുതുന്നത്. കാരണം കേരളത്തെ കൂടാതെ മറ്റ് 2 സംസ്ഥാനങ്ങളിലെ 6ഓളം ലോക്സഭാ മണ്ഡലങ്ങൾ കൂടി ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയാകാനായി രാഹുൽ ഗാന്ധിക്ക് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ഹൈക്കമാൻഡ് പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കർണാടകയും തമിഴ്നാടുമാണ് ആദ്യം അദ്ദേഹത്തെ ക്ഷണിച്ചത്. ഏറ്റവും അവസാനം ക്ഷണിച്ചത് കേരളം. പക്ഷെ കേരളമാകട്ടെ അദ്ദേഹം സമ്മതിച്ചു എന്ന തരത്തിൽ പറഞ്ഞു. മറ്റൊരു CCC അധ്യക്ഷന്മാരും അത്തരമൊരു നീക്കം നടത്തിയിട്ടില്ല. കേരളം അത് പറഞ്ഞതോടുകൂടി ആരാണ് മുഖ്യ ശത്രു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കി. വലിയ രീതിയിലുള്ള വിമർശനം AICC അധ്യക്ഷൻ നേരെ ഉണ്ടായി. ഇതാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന് അതൃപ്തി ഉണ്ടാക്കിയതും PC ചാക്കോയുടെ വിമർശനത്തിലൂടെ പുറത്തു വരുന്നതും. സന്തോഷ്, കഴിഞ്ഞ ഒരു മാസമായി ഈ വയനാട് സീറ്റുമായി ബന്ധപ്പെട്ട് AI ഗ്രൂപ്പുകളുടെ പോര് നാം കണ്ടുകൊണ്ടിരുന്നതാണ്. അതിനുശേഷമാണ് ഇന്നലെ ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നു എന്ന വാർത്ത പുറത്തുവരുന്നത്. ഞാൻ പറഞ്ഞിട്ടാണ് രാഹുൽ തയ്യാറായതെന്ന് രമേശ് ചെന്നിത്തലയും ഇന്ന് രാവിലെ ഇപ്പോൾ ഉമ്മൻചാണ്ടിയും പറഞ്ഞു. നമ്മൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, ആ അഭ്യർത്ഥന അദ്ദേഹം മാനിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് എന്ന്. പക്ഷേ ഇപ്പോൾ വീണ്ടും രാഹുൽ അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നും വർക്കിംഗ് പ്രസിഡന്റ് തന്നെ ഇപ്പോൾ PC ചാക്കോ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളെ അല്പം മുമ്പ് അറിയിച്ചിരിക്കുന്നു. വീണ്ടും ഗ്രൂപ്പ് പോരിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ എങ്ങനെയായിരിക്കും ഈ അവസാന ഘട്ടത്തിൽ പോലും കോൺഗ്രസ് നേതൃത്വം വോട്ടർമാരെ സമീപിക്കുക? ഇതൊരു കോൺഗ്രസിന്റെ അധപതനം തന്നെയല്ലേ? അശ്വതി, തീർച്ചയായും ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് PC ചാക്കോ. ഈ തെരഞ്ഞെടുപ്പ് സമിതിയിൽ ബന്ധപ്പെട്ട് ഡൽഹിയുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സഖ്യവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലൊക്കെ സജീവമായി പങ്കെടുക്കുന്ന PC ചാക്കോ ഹൈക്കമാൻഡ് ഏറ്റവും അവസാനം ഈ AICC അധ്യക്ഷ സ്ഥാനത്ത് നടത്തിയ AICC അധ്യക്ഷന്റെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയ ചർച്ചകളിലൊക്കെ PC ചാക്കോയ്ക്ക് നേരിട്ട് ബന്ധവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് PC ചാക്കോ ഈ ഹൈക്കമാൻഡിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് ഇപ്പോൾ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് നിലവിൽ വയനാടും വടകരയെ നമുക്ക് പരിശോധിക്കുമ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പരിശോധിക്കാം. അതിൽ വയനാട് I ഗ്രൂപ്പിന്റെ കൈവശമുള്ള ഒരു സീറ്റ് തന്നെയാണ്. ഏറ്റവും അവസാനം ഉമ്മൻചാണ്ടിയുടെ പിടിവാശിയിലൂടെയാണ് T സിദ്ദീഖിലേക്ക് സീറ്റ് എത്തുന്നത്. സ്വാഭാവികമായത് A ഗ്രൂപ്പിന്റെ
കൈവശമായി മാറുന്നു. ഇനി വടകരയിലുമായാൽ ഐ ഗ്രൂപ്പുകാരനാണ് മുരളീധരൻ എങ്കിൽ പോലും ഉമ്മൻചാണ്ടിയോട് ഏറെ ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ് മുരളീധരൻ. സ്ഥാനാർത്ഥിയാക്കാൻ നീക്കം നടത്തിയതും ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുരളീധരൻ സമ്മതം മൂളി. ഇപ്പൊ സ്വാഭാവികമായും ഈ ഐ ഗ്രൂപ്പിന് വടകരയും എ ഗ്രൂപ്പിന് വയനാടും എന്ന് പറയാമെങ്കിൽ പോലും രണ്ടും തത്വത്തിൽ എ ഗ്രൂപ്പിന്റെ കയ്യിൽ തന്നെയാണ്. അപ്പൊ ഇതിൽ ഐ ഗ്രൂപ്പിന് വലിയ എതിർപ്പുണ്ട്. അപ്പൊ ഈ സീറ്റ് പ്രഖ്യാപനം ഈ 2 സീറ്റിലും വരാത്തതിന് കാരണവും അത് തന്നെയാണ്. പക്ഷേ അതൊക്കെ മറച്ചു വെക്കാൻ ഇപ്പോൾ ഇന്നലെ ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ നടത്തിയ നീക്കത്തിലൂടെ കഴിഞ്ഞു, പ്രസ്താവനയിലൂടെ കഴിഞ്ഞു. അപ്പൊ ഈ ഗ്രൂപ്പ് വീതം വയ്ക്കൽ മറികടക്കാനായി ACC അധ്യക്ഷനെ വലിച്ചിഴച്ചു എന്നൊരു വിമർശനമാണ് ഹൈക്കമാൻഡിന്റെ പല നേതാക്കളും ഇപ്പോൾ ഉയർത്തുന്നത്. KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള കേരളത്തിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറിയാണ്. പക്ഷെ KC ഇതിനെ സംബന്ധിച്ച് ഒരു പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഹൈക്കമാൻഡിന് ഇക്കാര്യത്തിൽ കേരളത്തിലെ സ്ഥാനാർത്ഥിനെ സംബന്ധിച്ച് എതിർപ്പുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് KC വേണുഗോപാലും പ്രതികരിക്കാത്തത്. കാരണം ഇതിന് പിന്നിൽ ഒരു നീക്കം നടത്തിയ പ്രധാന ആള് KC വേണുഗോപാൽ കൂടിയാണ്. ഐ ഗ്രൂപ്പ് വഴി അത്തരമൊരു നീക്കം നടത്തിയെന്നാണ് എ ഗ്രൂപ്പ് കരുതുന്നത്. പക്ഷേ എ ഗ്രൂപ്പ് ആട്ടെ അത് മറികടക്കാനായി ഉമ്മൻചാണ്ടി വഴി സ്ഥാനാർത്ഥി അങ്ങനെ പ്രഖ്യാപിച്ചു. ഇനി എത്രയും വേഗം വയനാട്ടിലെയും വടകരയിലെയും സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡിന് പ്രഖ്യാപിച്ചേ മതിയാവും. ഇന്നലെ ചേർന്ന യോഗത്തിൽ അത് ഉണ്ടായില്ല. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി 8ാമത്തെ ലിസ്റ്റ് ഇറങ്ങി, അതിലും കേരളം ഉണ്ടായില്ല. ഇന്ന് ഞായറാഴ്ചയാണ്. ഇനി നാളെ ഇതുണ്ടാകും, നാളെ ഇത് പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ സന്തോഷ്, ഈ രാഹുലിന്റെ പേര് ഉയർത്തി കാട്ടുന്നത് തന്നെ ഇവർക്ക് ഉണ്ടായ ഒരു നാണക്കേടിൽ നിന്ന് തലയൂരാൻ വേണ്ടി തന്നെ ആയിരുന്നു. ഇപ്പോൾ PC ചാക്കോ പോലും പറയുന്നു ഇവിടെ നടന്നത് ഗ്രൂപ്പ് വീതം വെക്കലായിരുന്നുവെന്ന്. ക്ഷമിക്കണം, സാങ്കേതിക കാരണങ്ങളാൽ സന്തോഷമായുള്ള ടെലിഫോൺ ബന്ധം തുടരാൻ സാധിച്ചില്ല. ഒരിക്കൽ കൂടി PC ചാക്കോ മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് അദ്ദേഹം എവിടെയാണ് മത്സരിക്കുക? ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ, സൗത്ത് ഇന്ത്യയിലെ ഒരു സീറ്റിൽ നിന്ന് കൂടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് തീർച്ചയായും നല്ലതാണ്. മുൻകാലങ്ങളിൽ നേതാക്കൾ അങ്ങനെ മത്സരിച്ചിരുന്നു. ഇത് തോൽവി ഭയന്നിട്ടാണെന്നൊക്കെ BJP പറയുന്നതൊക്കെ ഒരു 3ാം തരം പ്രയോഗമാണ്. രാഹുൽ ഗാന്ധിയുടെ പരിഗണനയിൽ എന്തുണ്ട് എന്ന് പറയാൻ എനിക്കാവില്ല. ഞാനൊരു കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ നിന്നുകൂടെ ഒരു സീറ്റിൽ മത്സരിക്കണം എന്നുള്ളതാണ്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. ഇന്ന് 11 മണിക്ക് വിളിച്ചു ചേർത്തിരുന്ന മുല്ലപ്പള്ളിയുടെ വാർത്താ സമ്മേളനം റദ്ദാക്കി. ദില്ലിയിൽ നിന്ന് നിർദ്ദേശം കിട്ടിയിട്ടില്ലെന്ന് സൂചന മുല്ലപ്പള്ളി നൽകി. വിവരങ്ങളുമായി PV കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, ഇന്ന് 11 മണിക്ക് കോഴിക്കോട് പറഞ്ഞിരുന്ന വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ മുല്ലപ്പള്ളി മാറ്റിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് PC ചാക്കോയും കേരളത്തിലെ ഗ്രൂപ്പ് പോരിനെതിരെ വളരെയധികം ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. രാഹുലിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുക തന്നെയാണോ? അശ്വതി, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾക്കൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഇന്ന് ലഭ്യമാകുന്ന സൂചന. ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, രാഹുലിന്റെ വയനാടൻ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെ കാണുമെന്ന് ഇന്നലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചിരുന്നു. അദ്ദേഹം ഇന്നലെ വടകരയിൽ വളരെ ചുരുക്കം വാക്കുകളിൽ മാധ്യമപ്രവർത്തകർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് വളരെ വിശദമായി രാവിലെ 11 മണിയോടുകൂടി തന്നെ കോഴിക്കോട്ട് വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമങ്ങളെ കാണാമെന്ന് അദ്ദേഹം അറിയിച്ചതാണ്. എന്നാൽ രാവിലെയും അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കൂടുതൽ നിർദ്ദേശങ്ങളോ വിവരങ്ങളോ ഒന്നും തന്നെ ഹൈക്കമാൻഡിൽ നിന്നും ലഭിച്ചിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം വാർത്താ സമ്മേളനം റദ്ദാക്കിയത്. നാളെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ദില്ലിയിൽ നടക്കുന്നത്. അതിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. അതിനുശേഷം മാത്രമേ മാധ്യമങ്ങളെ കാണണ്ടൂ എന്നുള്ളതാണ് ഇപ്പോൾ മുല്ലപ്പള്ളിയുടെ തീരുമാനം. ശരി കുട്ട. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസിന്റെ കാപ്പട്യം പുറത്തുവന്നെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ള. കോൺഗ്രസിന്റെ BJP വിരുദ്ധ നിലപാട് ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാനെന്നും SRP. കേരളത്തിൽ UDF ഏത് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാലും ആ സ്ഥാനാർത്ഥിയെ രാഷ്ട്രീയമായും സംഘടനാപരമായും നേരിടാനുള്ള കരുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. എന്നാൽ ഈ സ്ഥാനാർത്ഥിത്വം ഒരു സന്ദേശം നൽകുന്നുണ്ട്. BJP അല്ല മുഖ്യ എതിരാളി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മുഖ്യ എതിരാളി എന്ന സന്ദേശമാണ് ഈ സ്ഥാനാർത്ഥിത്വം നൽകുന്നത്. ഇതിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. അതുമാത്രവുമല്ല, കോൺഗ്രസിൻ്റെ BJP വിരോധ നിലപാട് ന്യൂനപക്ഷ വോട്ടുകൾ നേടിയെടുക്കാനുള്ള ഒരു കപടതന്ത്രം മാത്രമാണെന്നും ഇത് തെളിയിക്കപ്പെടും.
രാഹുൽ ഗാന്ധിക്ക് സുരക്ഷിത മണ്ഡലം തേടി കോൺഗ്രസ് ഹൈക്കമാൻഡ്. കേരളമടക്കം 3 സംസ്ഥാനങ്ങളിലെ 6 ലോക്സഭാ മണ്ഡലങ്ങളാണ് രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ AICC പരിഗണിക്കുന്നത്. ഉത്തർപ്രദേശിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അമേഠിയിൽ വിജയം എളുപ്പം അല്ല എന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. നെഹ്റു കുടുംബത്തിന്റെ സ്ഥിരം മണ്ഡലങ്ങളിലൊന്നായ അമേഠിയിൽ കാര്യങ്ങൾ സുരക്ഷിതമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിക്കായി ദക്ഷിണേന്ത്യയിൽ പുതിയ മണ്ഡലങ്ങൾ അന്വേഷിക്കുന്നത്. കർണാടകയിൽ മൈസൂർ, ബാംഗ്ലൂർ സെൻട്രൽ, ബിദാർ മണ്ഡലങ്ങൾ, തമിഴ്നാട്ടിൽ കന്യാകുമാരി, ശിവഗംഗ, കേരളത്തിൽ വയനാട്, ഇങ്ങനെ 6 ലോക്സഭാ മണ്ഡലങ്ങൾ കോൺഗ്രസ് നേതൃത്വം പരിശോധിച്ചു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാതെ ഭൂരിപക്ഷം കുറഞ്ഞതും 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയതും അടിത്തറ ഇളക്കി. SP-BSP സഖ്യത്തിൽ ഉൾപ്പെടാത്തതിനാൽ വോട്ട് ഷെയർ വർദ്ധിക്കില്ല. അമേഠിയിലെ പരാജയമോ ഭൂരിപക്ഷം കുറയുന്നതിലൂടെ ഉണ്ടാകുന്ന തിരിച്ചടിയോ ദക്ഷിണേന്ത്യൻ മണ്ഡലങ്ങളിലെ വിജയത്തിലൂടെ മറികടക്കാൻ കഴിയുമെന്നും രാഹുൽ ഗാന്ധിയോട് അടുത്ത വൃത്തങ്ങൾ കണക്കുകൂട്ടുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തർക്കങ്ങൾക്കൊടുവിൽ പത്തനംതിട്ടയിൽ PS ശ്രീധരൻപിള്ളയെ വെട്ടി കെ സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥി. ശ്രീധരൻപിള്ളയ്ക്കെതിരായ V മുരളീധര പക്ഷത്തിന്റെയും RSSന്റെയും നിലപാടുകൾ കെ സുരേന്ദ്രന് ഗുണം ചെയ്തു. പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായതോടെ തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്നും ഏറെക്കുറെ ഉറപ്പായി. തർക്കങ്ങൾക്കും തമ്മിലടിക്കും താൽക്കാലികമായെങ്കിലും വിരാമം കുറിച്ചുകൊണ്ടാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ BJP പ്രഖ്യാപിച്ചത്. രാവിലെ പുറത്തുവിട്ട പട്ടികയിലും പത്തനംതിട്ട ഇല്ലായിരുന്നു. ഇതോടെ പ്രഖ്യാപനം ഇനിയും വൈകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. സീറ്റിനായി കെ സുരേന്ദ്രനും PS ശ്രീധരൻപിള്ളയും 1 മാസത്തോളം നടത്തിയ കരുനീക്കങ്ങൾക്കൊടുവിലാണ് കെ സുരേന്ദ്രന് നറുക്കുവീണത്. കേരളത്തിന്റെ കാര്യം ചർച്ച ചെയ്ത ഒടുവിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും കെ സുരേന്ദ്രനും PS ശ്രീധരൻപിള്ളയും കടുംപിടുത്തം തുടർന്നതോടെ സ്ഥാനാർത്ഥി നിർണയം പ്രതിസന്ധിയിലായിരുന്നു. RSSും ദേശീയ നേതൃത്വവും ഒരുപോലെ കൈയൊഴിഞ്ഞതോടെയാണ് പത്തനംതിട്ടയിൽ മത്സരിക്കാനുള്ള PS ശ്രീധരൻപിള്ളയുടെ മോഹത്തിന് അന്ത്യമായത്. NSS പിന്തുണയുണ്ടെന്ന ശ്രീധരൻപിള്ളയുടെ അവകാശവാദവും RSS വിലക്കെടുത്തില്ല. NSS പിന്തുണ വകവയ്ക്കാതെ ശ്രീധരൻപിള്ളയ്ക്ക് പകരം കെ സുരേന്ദ്രന് സീറ്റ് നൽകിയത് NSSനും തിരിച്ചടിയായി. ശബരിമലയിൽ സംഘർഷമുണ്ടാക്കാൻ നേതൃത്വം നൽകിയതാണ് കെ സുരേന്ദ്രന് RSS പിന്തുണ ലഭിക്കാൻ ഇടയാക്കിയത്. പത്തനംതിട്ടയിലെ പ്രഖ്യാപനത്തോടെ തൃശൂർ സീറ്റിൽ BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്നും ഏകദേശം ഉറപ്പായി. തുഷാർ മത്സരിക്കുന്നില്ലെങ്കിൽ സീറ്റ് ഏറ്റെടുത്ത് കെ സുരേന്ദ്രനെ ഇവിടെ മത്സരിപ്പിക്കാനും BJP നീക്കം നടത്തിയിരുന്നു. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായെങ്കിലും സ്ഥാനാർത്ഥി നിർണയ വിവാദങ്ങൾ BJPയിൽ അവസാനിക്കില്ല. സീറ്റ് തർക്കം തെരഞ്ഞെടുപ്പിന് ശേഷവും പാർട്ടിയുടെ സംഘടനാ തലത്തിൽ വിവാദങ്ങൾക്ക് വഴികൊളുത്തും. ശ്രീധരൻപിള്ളയ്ക്കെതിരായ ആയുധമായി മറുപക്ഷം സ്ഥാനാർത്ഥി നിർണയ വിവാദങ്ങളെ മാറ്റും. ഇതുകൂടാതെ 5 മണ്ഡലങ്ങളിൽ ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയതിനും BJPക്ക് മറുപടി പറയേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസ് വനിതാ നേതാവും DCC പ്രസിഡന്റുമായ ബിന്ദു കൃഷ്ണയ്ക്കെതിരെ പോക്സോ കേസെടുത്തു. ഓച്ചിറയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് ഓച്ചിറ പോലീസ് കേസ് ചുമത്തിയത്. രാജ്യത്തിന്റെ കാവൽക്കാരനാണെന്ന മോദിയുടെ പ്രചരണം വെറും പ്രഹസനം മാത്രമെന്ന് കോൺഗ്രസ്. UN പുറത്തുവിട്ട ലോകമെമ്പാടുമുള്ള സന്തോഷവാന്മാരുടെ കണക്കുകളിൽ ഇന്ത്യയുടെ സ്ഥാനം സൂചിപ്പിക്കുന്നത് BJPയുടെ ഭരണപരാജയമാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. 2017 അപേക്ഷിച്ച് 2019 അസന്തുഷ്ടരുടെ എണ്ണം ഇന്ത്യയിൽ വർദ്ധിച്ചുവെന്നുള്ള UN റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. ഓരോ വർഷം കഴിയുന്തോറും ഇന്ത്യക്കാരുടെ സന്തോഷം കുറഞ്ഞു വരികയാണെന്ന് UN പുറത്തുവിട്ട കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. 2017 കണക്കിൽ ഇന്ത്യയുടെ സ്ഥാനം 122 ആയിരുന്നെങ്കിൽ ഈ വർഷം അത് 133 156 രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യയുടെ ഈ സ്ഥാനമെന്നത് ലജ്ജാകരം. രാജ്യത്തിന്റെ കാവൽക്കാരനാണെന്ന് സ്വയം പ്രഖ്യാപിച്ച BJP നേതാക്കൾക്ക് UN പട്ടികയെ മുൻനിർത്തി മറുപടി പറയുകയാണ് കോൺഗ്രസ്. ഭീകരവാദം വളർത്തുന്ന രാഷ്ട്രമാണെന്ന് പറയുന്ന പാകിസ്ഥാൻ 67 സ്ഥാനത്താണ് പട്ടികയിൽ. ഇന്ത്യയുടെ മറ്റയൽ രാജ്യങ്ങളും സന്തോഷത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയേക്കാൾ മുന്നിലാണെന്ന് റിപ്പോർട്ട് പറയുന്നു. രാജ്യത്തെ ജനങ്ങൾ അസന്തുഷ്ടരാണെങ്കിൽ പിന്നെ എന്ത് കാവൽക്കാരനാണ് മോദിയെന്ന് കോൺഗ്രസ് ചോദിക്കുന്നു. And the World Happiness Index, in which we were 133 at one time, and now we are 140, much below Bangladesh 125, Bhutan 95, Sri Lanka 130. And if I say Pakistan 67, he will call me anti-national. ഐക്യരാഷ്ട്രസംഘടനയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻ നെറ്റ്വർക്ക് തയ്യാറാക്കിയ പട്ടികയിൽ ഫിൻലാൻഡാണ് ലോകത്തിലെ സന്തുഷ്ട രാജ്യത്തിൽ ഒന്നാമത്. ജീവിത നിലവാരം, പ്രതീക്ഷകൾ, അഴിമതി തുടങ്ങി നിരവധി ഘടകങ്ങൾ പരിഗണിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. മോദി കാവൽക്കാരനാണ്, പക്ഷേ കള്ളന്മാരുടെ കാവൽക്കാരനാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. 2016 ശേഷം രാജ്യത്തുണ്ടായ തൊഴിലില്ലായ്മ നിരക്ക്, പട്ടിണി മരണം, ആത്മഹത്യ എന്നിങ്ങനെ ഒന്നിന്റെയും റിപ്പോർട്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പക്കലില്ല എന്നത് കാവൽക്കാരന്റെ കളവുകൾ മറയ്ക്കാൻ വേണ്ടിയാണെന്നും കപിൽ സിബൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.